നമസ്കാരം, ഞാൻ ഡോക്ടർ അനിൽ. പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം. +2 അല്ലെങ്കിൽ ഡിഗ്രി ഉള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കുള്ള ഒരു മികച്ച തൊഴിലവസരമാണ്. ആകെ 490 ഒഴിവുകളിലേക്ക് ഇപ്പോൾ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയും. 2025 ഏപ്രിൽ 28 വരെയാണ് അപേക്ഷിക്കാൻ കഴിയുക. ഷിംലയിലുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജിയിലാണ് ഈ ഒഴിവുകൾ. ഇതിനെക്കുറിച്ച് എല്ലാ ഡീറ്റെയിൽസും www.nailit.gov.in സൈറ്റ് ലഭ്യമാണ്. അപ്പോൾ ഈ സൈറ്റ് വഴി നിങ്ങൾക്ക് ഏപ്രിൽ 28 വരെ ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയും. ഇതേക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനായിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക. കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. നമുക്ക് അതിൻ്റെ വിശദാംശങ്ങൾ പരിശോധിച്ച് നോക്കാം. 5 വിവിധ തസ്തികകളിലേക്കാണ് ഈ 490 ഒഴിവുകൾ ഇപ്പം നോട്ടിഫൈ ചെയ്തിരിക്കുന്നത്. ഒന്നാമത്തേത് സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാരുടെയാണ്. 193 ഒഴിവുകളാണ് അതിലേക്കുള്ളത്. ഇതിനുവേണ്ടി യോഗ്യത +2 അല്ലെങ്കിൽ തത്തുല്യമായ യോഗ്യതയും റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തെ പോസ്റ്റ് യോഗ ടീച്ചർമാരുടെ, പാർട്ട് ടൈം യോഗ ടീച്ചർമാരുടെ ജോലി ഒഴിവാണ്. UP സ്കൂളുകളിലേക്കാണ്. 124 ഒഴിവുകളാണുള്ളത്. ഇതിനുവേണ്ടി ഏതെങ്കിലും വിഷയത്തിലെ ബിരുദത്തോടൊപ്പം 1 വർഷത്തെ യോഗ സർട്ടിഫിക്കറ്റ് കോഴ്സ് പാസ്സായവരായിരിക്കണം. മൂന്നാമത്തെ പോസ്റ്റ് കരിയർ ഗൈഡൻസ് കൗൺസിലർമാരുടെയാണ്. 124 ഒഴിവുകളാണ്. ഇത് അപ്പർ പ്രൈമറി സ്കൂളുകളിലേക്കാണ്. ഇതിനുവേണ്ടി യോഗ്യത MA അല്ലെങ്കിൽ MEd അതോടൊപ്പം ഡിപ്ലോമ ഇൻ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗും ഉണ്ടായിരിക്കണം. ഇങ്ങനെയുള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ കഴിയും. അടുത്ത പോസ്റ്റ് സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാരുടെയാണ്. സെക്കൻഡറി ആൻഡ് സീനിയർ സെക്കൻഡറി ലെവലാണ്. 34 ഒഴിവുകളാണുള്ളത്. അതിനുവേണ്ടി യോഗ്യത PG ഇൻ സ്പെഷ്യൽ എഡ്യൂക്കേഷനും BEഡും അല്ലെങ്കിൽ BEഡ് വിത്ത് ഡിപ്ലോമ ഇൻ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, അതുപോലെ റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കണം. അടുത്ത പോസ്റ്റ് ഡിസ്ട്രിക്ട് പ്രോഗ്രാം മാനേജർമാരുടെ 20 ഒഴിവുകളാണുള്ളത്. അതിനുവേണ്ടി യോഗ്യത ഡിഗ്രി ഉണ്ടായിരിക്കണം. അതോടൊപ്പം MBA ഹെൽത്ത് കെയർ മാനേജ്മെൻറ്റിലോ അല്ലെങ്കിൽ PG ഡിപ്ലോമ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. അതോടൊപ്പം 3 വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. കമ്പ്യൂട്ടർ നോളജ് ഉണ്ടായിരിക്കണം എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. അപ്പോൾ ഈ താല്പര്യമുള്ളൊരു ഈ അവസരം പരമാവധി ബലപ്പെടുത്തുക. അതിലേക്ക് 5 കാറ്റഗറിയിലാണ് ഈ 490 ഒഴിവുകളുള്ളത്. ഇതിലേക്ക് നിങ്ങൾ ഓൺലൈനായിട്ട് തന്നെ വേണം അപേക്ഷിക്കാൻ. www.nailit.gov.in എന്നുള്ള സൈറ്റ് വഴി നിങ്ങൾ ഓൺലൈനായിട്ട് 2025 ഏപ്രിൽ 28 വരെ ഇതിലേക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയും എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. അപ്പോൾ ഈ 4 ഒന്നുകൂടെ ഞാൻ പറയുന്നു. സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാരുടെ 193 ഒഴിവുകളാണുള്ളത്. യോഗ ടീച്ചർമാരുടെ അതും 124 ഒഴിവുകളുണ്ട്. കരിയർ ഗൈഡൻസ് കൗൺസിലർമാരുടെയും 124 ഒഴിവുകളുണ്ട്. സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാരുടെ 34 ഒഴിവുകളും ഡിസ്ട്രിക്ട് പ്രോഗ്രാം മാനേജർമാരുടെ 12 ഒഴിവുകളാണ്. അങ്ങനെയാകെ 490 പോസ്റ്റുകളിലേക്കാണ് നോട്ടിഫിക്കേഷൻ അനുസരിച്ച് അപേക്ഷ നിങ്ങൾക്ക് സമർപ്പിക്കാനായിട്ട് പറ്റുക. ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഒന്നുകൂടെ പറയുന്നു. www.nailit.gov.in സൈറ്റ് ലഭ്യമാണ്. ഇതിലേക്ക് ഈ സൈറ്റ് വഴി നിങ്ങൾക്ക് ഏപ്രിൽ 28 വരെ ഇതിലേക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയും. ഡീറ്റെയിൽസ് അവിടെ ലഭ്യമാണ്. ഇത്രയും നേരം വീഡിയോ പൂർണ്ണമായും നന്ദി രേഖപ്പെടുന്നതോടൊപ്പം ഇനി ഇതുപോലെ ഇൻഫർമേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കാൻ നിങ്ങൾ ചാനൽ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ കൊടുക്കാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും നല്ല കരിയർ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്.